പക്ഷെ ഞങ്ങൾ വെരിഫൈ ചെയ്ത ഡോക്യുമെന്റിൽ ഒന്നും തന്നെ അങ്ങനെ ഒരു പോക്സോ കേസ് കൊടുത്തതായിട്ട് കാണുന്നില്ല. കൂടാതെ അമൃതയോട് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു കേസ് കൊടുത്തതായിട്ട് പറയുന്നുമില്ല. അപ്പോൾ തികച്ചും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തന്നെ അമൃതയെ തേജോധം ചെയ്യുവാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പോക്സോ കേസിന് എന്നാ தெரியுமா സാർ? എന്നാ വലിയ കുറ്റം തന്നെയാണ്. അതെ, വലിയ കുറ്റം. 3 വയസ്സുള്ള എൻ്റെ മകളെ ഞാൻ റേപ്പ് ചെയ്യുമോ? ഞാൻ ചെയ്യുമോ? 1500 മേലുള്ള പിള്ളേരെ ഈ ഭൂമിയിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്യുമോ? എൻ്റെ സ്വന്തം മകളെ പോട്ടാകല്ല കേസ് കോടതി എടുത്തില്ല. അതും അനുഭവിച്ച ഒരു മനുഷ്യൻ ഞാൻ. നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിശേഷം? ഇന്നൊരു സൺഡേ ആണ്, ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഇൻസ്റ്റ നോക്കിയ സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫോളോവർ എനിക്ക് ഷെയർ ചെയ്ത് തന്നൊരു വീഡിയോ ആണ്. ഈ അമൃത സുരേഷ് ബാല ഇഷ്യൂസ് കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന വേറെ ആരുമല്ല, ബാലയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ തോന്നലുകളാണ് ഇതിൽ പറയുന്നത്. പല ആൾക്കാരും ഇപ്പോൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് രണ്ട് പക്ഷം എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ ഇതിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ബാലയുടെ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബാലയുടെ വീഡിയോ ചെയ്തതിൽ ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അനാവശ്യമായിട്ട് ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്തിട്ട് വീണ്ടും ഒരു കോൺട്രവേഴ്സി പോലെ ക്രിയേറ്റ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടാക്കാൻ വേണ്ടി ബാല ചെയ്യുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കേസ് ബാല ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നത് ഈ അമൃത സുരേഷ്, അഭിരാമി സുരേഷ് ഇവർ രണ്ടുപേർക്കും ഒരുപാട് സൈബർ ബുള്ളിയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഇൻടേൺ എഫക്റ്റ് ചെയ്യുന്നത് ബാലയുടെ മകളെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പ്രസ് മീറ്റ് പോലെ ചെയ്ത സമയത്ത് കുട്ടിയുടെ കാര്യം ബാല പറഞ്ഞു. കാരണം കുട്ടി വിചാരിച്ചിട്ടാണ് പെൺകുട്ടി ആയതുകൊണ്ടാണ്, ആൺകുട്ടി ആയിരുന്നെങ്കിൽ പെൺകുട്ടി ആയതുകൊണ്ടാണ് അധികം പറയാത്തത്, ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ബാലയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ആ ഒരു പറഞ്ഞ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്തത്. അതിനുശേഷം ബാലയുടെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പിൽ കണ്ടിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ട് ബാലയുടെ. ഇൻ്റർവ്യൂ, ഹൈദർ അലിക്ക് കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ ബാല കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോക്സോ കേസിനെ കുറിച്ച്, ബാലയ്ക്കെതിരെ പോക്സോ കേസ് വന്നിരുന്നു. പിന്നെ ഒരു അച്ഛൻ്റെ ഇമോഷൻസ് വെച്ചിട്ടാണ് ബാല ഭയങ്കരമായിട്ട്, എന്ന് വെച്ചാൽ ഭയങ്കര ഇമോഷണലി ബാല സംസാരിച്ചു. ശരിയായിരിക്കാം, ഒരു പക്ഷേ നമുക്കറിയില്ല കേട്ടോ. ഒരു പക്ഷേ അയാളുടെ, എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് സീരിയസ്ലി പറയാം, ഞാൻ ഫസ്റ്റ് അഭിരാമിനെയും അമൃത സുരേഷിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞ സമയത്ത് എനിക്ക് പോലും ബാലയുടെ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി. കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്കും ഒരു മോളുണ്ടല്ലോ, 6 വയസ്സുള്ളൊരു മോളുണ്ട്, അച്ഛനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചിന്തിക്കുന്ന സമയത്ത് ചേടാ ഇയാളുടെ ഇപ്പോൾ എനിക്കറിയില്ല, എലിസബത്തിൻ്റെ കേസ് നമുക്കറിയില്ല, നമ്മളതിലേക്ക് കടക്കണ്ട, ആളൊറ്റയ്ക്ക് ഉള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ മോളെ കാണണം തോന്നും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ ചിന്തിച്ചു ഇയാൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ആ ഒരു ഇൻ്റർവ്യൂ ഒരുവിധം എല്ലാവരും കണ്ടവരൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഫെലോ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് അമൃത സുരേഷിൻ്റെ വീഡിയോ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് സഹതാപം അവരോട് തോന്നിയെങ്കിലും ഈ ബാലയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ചെറിയൊരു പോയിൻറ്റ്, ഞാൻ ഐ വിൽ ബി വെരി ഓണസ്റ്റ് ഹിയർ, ചെറിയൊരു പോയിൻറ്റ് നമ്മൾ വിചാരിച്ചു, ശരി ഇനിയിപ്പോൾ എന്താ ഈ കുട്ടീനെ അറ്റ്ലീസ്റ്റ് ഒന്ന്, ആ കുട്ടി എന്നുള്ളൊരു ഫാക്ടർ അല്ലേ, ഇത് വെച്ചിട്ട് ഭയങ്കര വിഷമം തോന്നിപ്പോയി. ഇത് കഴിഞ്ഞ് ഞാൻ ഒരു ഇൻ്റർവ്യൂ എടുത്ത് റിയാക്ട് ഒന്നും ചെയ്തില്ല. ബട്ട് അഗൈൻ അതിൽ പറഞ്ഞിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റ്സും പരസ്പര വിരുദ്ധമായിട്ട് തോന്നുകയും ചെയ്തു കേട്ടോ. ഫർഗെറ്റ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് അമൃത സുരേഷ് അവരുടെ ലോയർ ഇതുവരെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അവർ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ മുന്നേ അല്ലാതെ ഇപ്പോൾ റീസെൻ്റായിട്ടൊന്നും ഇപ്പോൾ അവരങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. വളരെ പ്രോപ്പറായിട്ട് ലോയറെ വെച്ചിട്ട് എന്താണ് ഈ ഒരു ഡിവോഴ്സിൻ്റെ സ്റ്റേജിൽ ടൈമിലുണ്ടായി നടന്നിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ഉണ്ട് ഇവർ തമ്മിൽ. ഓക്കെ, ആ അഗ്രിമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമൃത സുരേഷിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ലെങ്തിയാണ്. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ അതിൽ റെലവൻറ്റ് പോർഷൻസ് ഇവർ പറയുന്ന ഈ ബാല പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് എൻ്റെ അതിനുള്ള റെലവൻറ്റ് പോർഷൻസ് മാത്രം വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അവരുടെ ചാനലിലെ വീഡിയോ ഉണ്ട്, പക്ഷേ
ഐ തോട്ട് ലൈക്ക് ഇത് കുറച്ച് പേരിലേക്ക് എത്തണം എന്ന് എനിക്ക് പേഴ്സണലി എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. റീസൺ എന്താണെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഈ ഹൈദരലിയുടെ ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ ബാല കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ കമൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോലും ഒരു ചെറിയൊരു പൊടിക്ക് എനിക്ക് തോന്നിപ്പോയി. ബട്ട് ഐ എം നോട്ട് എ പേഴ്സൺ ഹു വിൽ ഡു സൈബർ ബുള്ളിങ് ആൻഡ് ഓൾ. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാറില്ല. ബട്ട് ദെർ ആർ പീപ്പിൾ, ഐ ഡോണ്ട് നോ വെദർ പെയ്ഡ് ഓർ നോട്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ വികാരപ്രകടനമായിരിക്കും സ്വാഭാവികമായിട്ടും ബാലയുടെ സംസാരം കേൾക്കുന്ന സമയത്ത്. ആ ഒരൊറ്റ ഇൻ്റർവ്യൂ കാരണം ഇതിനടിയിൽ വന്നിട്ടുള്ള കമൻസ് ഭഗവാനെ വായിക്കാൻ കഴിയില്ല. സീരിയസ്ലി ആ അമൃതയ്ക്കും അഭിരാമിക്കും അഗെയിൻസ്റ്റായിട്ട് വന്നിട്ടുള്ള കമൻസ് അത്രയും വേഴ്സ്റ്റായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നു, അത് എഴുതുന്നു, കമൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് കണ്ട സമയത്താണ് നമ്മൾ ഈ കുറച്ചൊരു പോർഷൻ, ഇവിടെ ലോയർ ഇരുന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ ആ പോർഷൻ ഞാൻ കുറച്ച് ഇവിടെ നിന്ന് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അമൃതയും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിന് ശേഷം അവർ തമ്മിലൊരു മ്യൂച്വൽ കൺസെന്റ് ഡിവോഴ്സ് ആയിരുന്നു. അതിന് മുമ്പായി അവരൊരു കോംപ്രമൈസ് എൻ്റർ ചെയ്തിരുന്നു. ഇവർ തമ്മിൽ എൻ്റർ ചെയ്ത കോംപ്രമൈസ് പാര 11 പ്രകാരം രണ്ടുപേരും ഈ മ്യൂച്വൽ കൺസെന്റ് ആയിട്ട് വിവാഹമോചനം നടത്തിയതിന് ശേഷം യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യുന്നതോ ക്യാരക്ടർ അസൈസിനേഷൻ നടത്തുന്നതോ ആയ യാതൊന്നും പബ്ലിഷ് ചെയ്യില്ല എന്നും ഒക്കെ ഇതിനകത്ത് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്താണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ബാല ഈ സോഷ്യൽ മീഡിയയിലൂടെ പല അലിഗേഷൻസും അമൃതയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഓരോ സമയത്തും ഈ ഒരു അലിഗേഷൻ ചെയ്യുമ്പോൾ ഞാൻ അതാ പറഞ്ഞു, ഓരോ സമയത്തും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ അതൊക്കെ ഒരുപാട് കാലത്തേക്ക് ഇപ്പം ഞാൻ സീരിയസ്ലി കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉള്ള ആളാണ്. നമുക്ക് ചെറിയൊരു കമൻറ്റ്, വളരെ മോശമായിട്ടുള്ള കമൻറ്റ് സീരിയസ്ലി ഇപ്പോഴും പറയാം, ഞാനത് ലൈറ്റായിട്ട് എടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് ചില സമയത്ത് ചില കുറിക്ക് കൊള്ളുന്ന രീതിയിലുള്ള കമൻറ്റ്സ് വരുന്ന സമയത്ത് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവും. ഓക്കെ, കുറച്ചൊക്കെ യൂസ് ടു ആയി. പക്ഷേ നമ്മളെ വീട്ടിലുള്ളവരുടെ സ്ഥിതി അതല്ല. എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല, എനിക്ക് വൈഫിനും അത്യാവശ്യം പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്ത് സംഭവിക്കും ചില സിറ്റുവേഷനിൽ, ഇപ്പോൾ ഇവരുടെയൊക്കെ സ്ഥിതി അതായിരിക്കും. അതായത് ചില കുറിക്ക് കൊള്ളുന്ന രീതി, അതായത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടാണോ ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവർ കമൻറ്റിൽ പറയുക. ഓക്കെ, പറയുന്ന സമയത്ത് ആൾക്കാരത് ഏറ്റുപിടിക്കുന്നു, സ്പ്രെഡ് ചെയ്യുന്നു, ട്രോൾ ഉണ്ടാക്കുന്നു, പല കാര്യങ്ങളും പല സോഷ്യൽ മീഡിയ റിയാക്ഷൻസ് ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ ആ ഫാമിലിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള. ആ എഗ്രിമെൻറ്റിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കുട്ടിയെ കാണുന്നത് എന്താണ് മെയിനായിട്ട് ഇഷ്യൂ, എന്താ കുട്ടീനെ കാണിക്കുന്നില്ല ബാലേനെ എന്നുള്ളതാണ്. ഞാൻ ബാലേനെയും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ ഇത്ര പറയുന്നുള്ളൂ, ബാല പറയുന്ന തഗ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് എനിക്കിതിലും പറയാനുള്ളത്. ദിസ് ഇസ് റാങ്. ബാലയുടെ ഭാഗത്ത് നിന്ന് എന്തോ ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. ഓക്കെ, ഇപ്പോൾ അയാൾ എങ്ങനെ വിമർശനങ്ങൾ ഏറ്റെടുക്കാമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ഇയാളൊന്നും പേഴ്സണലി പരിചയമില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള അവർ തന്നെ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അവർ അഗ്രിമെൻറ്റ് പ്രോപ്പറായിട്ടുള്ള സമയത്ത് എന്തിനാണ് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്? പിന്നെ ഇതിൽ മെയിൻ ഇഷ്യൂ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടീനെ കാണുന്ന റിലേറ്റഡ് ആയിട്ടാണ് ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടായിരുന്നത്. ഈ കുട്ടിയെ കാണുന്നത് റിലേറ്റഡ് ആയിട്ട് ഇവർ വെച്ചിട്ടുള്ള അഗ്രിമെൻറ്റിൽ വളരെ പ്രോപ്പറായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഈ ലോയർ പറയുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവന്തികയുടെ കസ്റ്റഡി മുഴുവനായിട്ടും അമൃതയ്ക്കാണ് കൊടുത്തേക്കുന്നതെന്നും ഈ സെക്കൻഡ് സാറ്റർഡേ മാത്രം കാണാനുള്ള, ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒന്നും കാണാനായ ഈ മിസ്റ്റർ ബാല പറഞ്ഞതുമാതിരി അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സെക്കൻഡ് സാറ്റർഡേസ് മാത്രം കാണാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ടും അതും 10 മണി മുതൽ 1 മണി വരെ, അല്ലേ, 10 മണി മുതൽ 4 മണി വരെ ഉള്ള സമയത്തിന് കോടതി വളപ്പിൽ കാണിക്കാനുള്ളത് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച് അമൃത ആദ്യ സെക്കൻഡ് സാറ്റർഡേ, ഈ ഡിഗ്രി ഉണ്ടായതിന്റെ ആദ്യ സെക്കൻഡ് സാറ്റർഡേ തന്നെ അമൃതയും അമൃതയുടെ അമ്മയും അവിടെ കുട്ടികളായിട്ട് ചെല്ലുകയും അവിടുത്തെ റെക്കോർഡുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ബാല അവിടെ എത്തിയിട്ടില്ലാത്തതാണ്. അങ്ങനെ എത്താത്ത സാഹചര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എത്താത്ത സാഹചര്യങ്ങളിൽ ഈ കുട്ടിയെ കാണാനായിട്ട് ചെന്നിട്ടും അവര് ആ മാസം വന്നിട്ടില്ല, ബാല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാസത്തെ വിസിറ്റോറിയലായിട്ട് ഇല്ലാതാവുകയും അതേസമയം അടുത്ത മാസം വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഫോണിൽ വിളിച്ചറിയിക്കുകയോ ഇമെയിലിലൂടെയോ അമൃതയെ ഈ കാര്യങ്ങൾ അറിയിപ്പിക്കണമെന്നും അങ്ങനെ അറിയിപ്പിച്ചാൽ മാത്രമേ കാണാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ എന്നും അല്ലെങ്കിൽ അമൃത കുട്ടിയെ ചെല്ലേണ്ട കാര്യമില്ല എന്നുമാണ് കൃത്യമായിട്ട് ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ എഴുതിയിരിക്കുന്നത്.
ഞങ്ങളുടെ ഡിവോഴ്സിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഒരു മെസ്സേജ് അയക്കുകയോ എനിക്കൊരു ഇമെയിൽ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മകളെ കാണിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നും മകളെ കാണിക്കുന്നില്ല. പക്ഷെ ഒരിക്കൽ പോലും ആസ് പെർ ദ പേപ്പേഴ്സ് എൻ്റെ അടുത്ത് ഒരിക്കൽ പോലും ഇമെയിലോ മെസ്സേജോ വഴി മകളെ ചോദിച്ചിട്ടില്ല. അതിന് ബാല വന്നു എന്ന് കാണിക്കുന്ന യാതൊരു ഡോക്യുമെന്റ്സും ഇല്ലാതെ തന്നെയാണ് വെറുതെ അലിഗേഷൻ ഇത് എന്നെ തേജോവധം ചെയ്യാൻ ഞാൻ കുട്ടീനെ പിടിച്ചു വെച്ചേക്കുവാണെന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വരുത്തുന്ന ഒരു വാർത്തയാണ്. അല്ലാണ്ട് ഞാൻ മോളെ കൊണ്ട് കാണിക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മോളെ പിടിച്ചു വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആസ് പെർ ദ ലോ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് ഇതുവരെ ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളൂ. ഇതിൽ പറയുന്ന ഞാൻ ഇതുവരെ ബ്രീച്ച് ചെയ്തിട്ടുമില്ല. നിങ്ങൾ നല്ല രീതിയിൽ കഴിയുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ കഴിയുന്ന സമയത്ത് ഇതൊക്കെ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ എന്ത് സംഭവിക്കുന്നു, വെൻ യു ഹാവ് ഒരു ലീഗൽ സിസ്റ്റത്തിൻ്റെ ഫ്രെയിം വർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കേസിൻ്റെ ഒരു അഗ്രിമെൻറ്റിൻ്റെ ബേസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇഫ് ഇറ്റ് ഇസ് ദെയർ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇഷ്യൂ ആണെങ്കിൽ അത് നമുക്കൊരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് മാത്രമേ അമൃത ചെയ്തിട്ടുള്ളൂ എന്ന് ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ ഇവിടെ കാണുന്ന സമയത്ത്. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾ സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ചു. അതിന് നിങ്ങളൊരു ലീഗൽ ഫ്രെയിം വർക്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയതിനു ശേഷം ഒരു അഗ്രിമെൻറ്റ് വെക്കുന്നു. ആ അഗ്രിമെൻറ്റിൽ വളരെ പ്രോപ്പറായിട്ട് ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, വളരെ പ്രോപ്പറായിട്ട് ആ അഗ്രിമെൻറ്റിൽ പറയുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് പോകുന്ന ഒരാളെ കാരണം എന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയ ആണ്. കോടതി ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ശരിയാണ്, ഞാനും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോടതിയുടെയും കൂടി മുകളിലാണ് സോഷ്യൽ മീഡിയനെ വരുന്നത്. എന്ന് വെച്ചാൽ കാരണം കോടതി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ മുന്നിലാണ്. അതിനിപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ അതോ ഇനി ഉള്ളിൽ എന്തെങ്കിലും കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാനാണോ എന്നുള്ളത് അറിയില്ല. എല്ലാവരുടെ കേസ് തന്നെയാണ്. ആൾക്കാർക്ക് എന്താ വെച്ചാൽ ലീഗലി മൂവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇത് കൊണ്ടുവന്നാക്കിയിട്ട് അവനവൻ്റെ നിരപരാധിത്വം പ്രൂവ് ചെയ്യാനാണോ അതോ ഇനി ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനോ എന്താണെന്നുള്ളത് അറിയില്ല. പിന്നെ രണ്ടാമത്തെ കേസ് ഈ ബാല പല ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ട് ഈ കോമ്പൻസേഷൻ റിലേറ്റഡ് ആയിട്ട്. അതായത് ഈ കുട്ടിക്ക് കോമ്പൻസേഷൻ അല്ല, കുട്ടിക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും സ്വത്തുണ്ട് ബാലയുടെ കയ്യിൽ, ഞാൻ അങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ അതിനും ഇവർ വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട്. ഈ പെറ്റീഷൻ മുഴുവനും എടുത്ത് വായിച്ച് പറഞ്ഞു തരാതെ ഈ കോംപ്രമൈസ് പെറ്റീഷനകത്ത് തന്നെ അമൃതയ്ക്ക് ഇതിനൊക്കെ കൂടി കോമ്പൻസേഷൻ കൊടുക്കുന്നത് 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപ കൂടാതെ ഉള്ളത് എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ പേര് പാപ്പു, അവന്തിക എന്ന് പറഞ്ഞ പാപ്പുവിൻ്റെ പേരിൽ ഒരു 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം മാത്രമാണ് ഈ കോംപ്രമൈസ് പെറ്റീഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഷുറൻസ് പോളിസിയും ഈ ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ സാധനത്തിനകത്ത് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടിക്ക് വേറെ ഒരു സാധനം ഈ അച്ഛൻ എന്ന് വലിയ വായിൽ വിളിച്ചു പറയുമ്പോൾ എപ്പോഴും ഞാൻ അച്ഛനല്ലേ എന്ന് വിളിച്ചു പറയുന്നയാള് ദയവായി വിളിച്ചു പറയുന്നത് കോംപ്രമൈസ് പെറ്റീഷനിൽ എഴുതി വെച്ചാണ് സെറ്റിൽമെന്റ് ഓഫ് മെയിൻ്റനൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക. അതായത് ഈ കുട്ടിക്ക് ഇനി ഒരു മണി പൈസ പോലും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ബാല എന്ന് പറഞ്ഞ വ്യക്തി ചെലവാക്കില്ല എന്ന് കോംപ്രമൈസിൽ എഴുതി ഒപ്പിട്ടിരിക്കുന്ന ആളാണ് പറയുന്നത്. അങ്ങനെ എന്തും ചെയ്യാൻ തയ്യാറാണ്. വോട്ടെവർ. ഇനി നിങ്ങൾ കേട്ടല്ലോ, കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ എനിക്ക് തോന്നുന്നു അടുത്ത ഒരു പോക്സോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു ക്ലിപ്പിൽ പറഞ്ഞിട്ടുള്ള പോക്സോ അത് എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു കേട്ടോ. ആരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോക്സോ കേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, പോക്സോ കേസ് പോലും കൊടുക്കുക, സ്വന്തം മകളെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ബാല പറഞ്ഞിട്ട് അതെന്തോ എഫക്റ്റായി. അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ കൂടി ഉണ്ട്. ഇതൊക്കെ ഒരു ലോയേഴ്സായിട്ടോ വന്ന് പറയുന്നത്, അല്ലാണ്ട് നോർമൽ കേസിൽ സാധാരണ ഇവരെന്തെങ്കിലും വന്ന് വിളിച്ച് പറയല്ല. അടുത്തതായി മിസ്റ്റർ ബാല ഉന്നയിച്ചിരിക്കുന്നത് ഒരു പോക്സോ കേസ് കൊടുത്തു എന്ന് പറഞ്ഞൊരു ഗുരുതരമായ ആരോപണമാണ്. എന്നാൽ ഒരു പോക്സോ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രൈം രജിസ്റ്റർ ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഞങ്ങൾ വെരിഫൈ ചെയ്ത ഡോക്യുമെന്റിൽ ഒന്നും തന്നെ അങ്ങനെ ഒരു പോക്സോ കേസ് കൊടുത്തതായിട്ട് കാണുന്നില്ല. കൂടാതെ അമൃതയോട് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു കേസ് കൊടുത്തതായിട്ട് പറയുന്നുമില്ല. അപ്പൊ തികച്ചും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തന്നെ അമൃതയെ തേജോധം ചെയ്യുവാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിപ്പോൾ വല്ല എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൂടെ ഇതിന് ഇനി വല്ല മറുപടി ഉണ്ടാവും. പിന്നെ അതിന് ശേഷം അത് ആൾക്കാരെടുത്തിട്ടിട്ട്
ഈ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വന്തം ചാനലിലോ അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലല്ല, വലിയ വലിയ ചാനൽസ് വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവർക്കൊക്കെ അത്യാവശ്യം നന്നായി റീച്ചുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാലയുടെ ഇൻ്റർവ്യൂ പറഞ്ഞാൽ ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിൽ 1,67,000 ഞാൻ നോക്കുന്ന സമയത്ത് ആൾക്കാർ 1.5 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 1000-ന് മേലെ കമൻസ് തന്നെ ഉണ്ട്. അതിൽ കമൻസ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സിറ്റുവേഷൻ ആയി തന്നെ പറഞ്ഞതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അവന്തികയുടെ ഒരേ ഒരു ഗാർഡിയനായിട്ട് അമൃതയെ നിശ്ചയിക്കുന്നതിന് ബാലയ്ക്ക് എതിർത്തില്ല. എൻ്റെ പെറ്റീഷണർ എന്ന് പറയുന്ന ബാലയ്ക്ക് ഗാർഡിയനായിട്ട് അമൃതയെ നിശ്ചയിക്കുന്നതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല എന്ന് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്ന ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ പറഞ്ഞു. അതിനനുസരിച്ച് ഒരു അഫിഡവിറ്റ് ബാല ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞേക്കുന്ന ഡോക്യുമെന്റ്സിൽ മാത്രം ബാല എന്നും ബയോളജിക്കൽ ഫാദറായിട്ടുണ്ടാവുന്നു. അതനുസരിച്ച് അമൃത പറഞ്ഞതനുസരിച്ച് ഇതുവരെയുള്ള എല്ലാ സ്കൂൾ ഡോക്യുമെന്റ്സിലും ഇതിലുമൊക്കെ ബാല തന്നെയാണ് അച്ഛൻ്റെ സ്ഥാനത്തുള്ളത്. ഇതാ ഞാൻ പറഞ്ഞത്, ഒരു ലീഗൽ ഫ്രെയിം വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിൽ ചട്ടക്കൂടിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് പിന്നെ അവിടെ സെൻറ്റിമെൻറ്റ്സിന് സ്ഥാനമില്ല. അതൊക്കെ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് ആയിരിക്കുന്ന സമയത്ത് മാത്രമല്ല. ഇതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ ഫൈനലായിട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഫൈനൽ അതെ, ഫൈനലായിട്ട് കുട്ടിയുടെ കസ്റ്റഡി റിലേറ്റഡ് ആയിട്ട് ആ കുട്ടി ആരുടെ കൂടെയാണ്. ഇപ്പോൾ സത്യം പറയട്ടെ, ഞാൻ ഇവരുടെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് കേട്ടോ. കുറച്ചൊക്കെ മീൻസ് റെഗുലർ ഇല്ലെങ്കിലും കുറച്ചൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ ഇൻസ്റ്റയിലൂടെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു പിക്ചർ എന്ന് പറയുന്നത് ചൈൽഡ് ഇസ് വെരി ഹാപ്പി. ഓക്കെ, ശരിയാണ്, ഒരു കുട്ടിക്ക് അച്ഛനും വേണം അമ്മയും വേണം. പക്ഷേ അച്ഛനും അമ്മയും ഒത്തുപോയില്ലെങ്കിൽ പിന്നെ ആ കുട്ടി എന്ത് ചെയ്യും? ആ കുട്ടി ആരുടെ കൂടെയാണോ അവരുടെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ പല ഇൻഫർമേഷനും പിന്നെ ചില പേഴ്സണൽ ആൾക്കാരൊക്കെ നമ്മളവരെ റിലേറ്റ് ചെയ്തിട്ട് ഫോൺ വിളിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ദി ചൈൽഡ് ഇസ് വെരി ഹാപ്പി വിത്ത് ദി മദർ. അവർ അമ്മയുടെയും ചെറിയമ്മ ഈ അഭിരാമിയുടെയും കൂടെ കുട്ടി വളരെ ഹാപ്പിയാണ് എന്നൊരു പിക്ചറാണ് ഇപ്പോൾ അവരെ ക്ലോസ് ആയിട്ട് കുറച്ച് അറിയുന്നവരടക്കം എന്നോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ കസ്റ്റഡി ഓഫ് ചൈൽഡിനെ കുറിച്ചും അവർ പറയുന്നുണ്ട്. കുട്ടിയുടെ പെർമനന്റ് കസ്റ്റഡി എന്ന് പറയുന്നത് അമൃതയിലാണ്. ആ കുട്ടിയുടെ സേഫ്റ്റി, പ്രൊട്ടക്ഷൻ, എഡ്യൂക്കേഷൻ റൈറ്റ് എന്നീ എല്ലാ ആസ്പെക്ട്സിലും നോക്കേണ്ടതും അമൃതയാണെന്നും അതിനകത്തൊന്നും ഇന്റർഫിയർ ചെയ്യില്ല എന്നും ഈ ബാല ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ ഒപ്പിട്ടിട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ബാല ഇതുപോലത്തെ വീഡിയോ ഇങ്ങനെയുള്ള അലിഗേഷൻസ് പറയുന്നത്. ഒരു തരത്തിലും ഒരിടത്തും ബാല ഇന്നേ വരെ ഈ കോംപ്രമൈസ് പെറ്റീഷനെ പറ്റി പറയുമോ ഏതെങ്കിലും ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ അതിന് ലീഗൽ സ്റ്റാൻഡിങ്ങോടുകൂടി ഇങ്ങനെ ഒരു ആ കോംപ്രമൈസ് പെറ്റീഷൻ എടുത്തു വെച്ച് പറയുകയോ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വെറും അലിഗേഷൻസ് മാത്രമായതുകൊണ്ടാണ്. ഞാൻ ഇവരുടെ കോംപ്രമൈസ് പെറ്റീഷനിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ ഇനി ഇതിനെ ചൊല്ലി എന്തെങ്കിലും അലിഗേഷൻ ആരെങ്കിലും അമൃതയുടെ പേഴ്സണൽ ലൈഫിൽ കയറി എന്തെങ്കിലും അലിഗേഷൻസ് ഒക്കെ ഉണ്ടാക്കിയാൽ അതിന് വേണ്ട തക്കതായ നിയമ നടപടികൾ എടുക്കാൻ അമൃത ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി വെരി ഗുഡ്. അതാണ് ചെയ്യേണ്ടത്. പക്ഷേ അതുകൊണ്ടൊക്കെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സൈബർ സ്പേസിലുള്ള അറ്റാക്സ് കുറയുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കുറയില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഒന്നും കുറയില്ല. ആൾക്കാർക്ക് എന്താ അറിയോ, ഇത് അവിടുന്ന് ഇവിടുന്നും കേട്ടിട്ട് ഓരോന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം. അത് ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ജെന്യുവൻ സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ ഇതുപോലെ ഒരാളെ മാക്സിമം ബ്രൂട്ടലി ഹരാസ് ചെയ്യുക, സോഷ്യൽ സ്പേസിൽ ബ്രൂട്ടലി ഹരാസ് ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും വെൽ ആൻഡ് ഗുഡ്. ഈ ഒരു സുഖമില്ല അല്ലേ നമ്മൾ ഈ ഡിസ്കസ്. ശരിയാണ്, കോണ്ടൻറ്റാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്ററെ സംബന്ധിച്ചും ഒരു ടോപ്പിക്കാണ് ഡിസ്കഷന് വേണ്ടിയിട്ട് രാവിലെ കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാനും സംസാരിക്കാനും എന്തെങ്കിലും ടോപ്പിക്കാണ്. പക്ഷേ ഇതൊക്കെ ആ റെസ്പെക്റ്റഡ് പാർട്ടീസ് ബാലയ്ക്ക് ഇത്രയധികം മനസ്സമാധാനം ഉണ്ടാവും. ഞാൻ അത് ചിന്തിക്കുന്നത് ഈ ചങ്ങാതി വെൻ യു ഡിസൈഡ് ടു ലിറ്ററലി മൂവ് ഓൺ. ഇനിയിപ്പോൾ ആൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടോ എന്തെങ്കിലും വല്ല കോംപ്രമൈസ് സെറ്റിൽമെൻറ്റോ ഐ ഡോണ്ട് നോ വാട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പേഴ്സണലി കുട്ടീനെ കാണാം. വൈ ആർ ഡ്രാഗിങ് ഇട്ട് സോഷ്യൽ സ്പേസ്? സോഷ്യൽ സ്പേസിൽ കൊണ്ടുവന്നിട്ട് ഡ്രാഗ് ചെയ്തിട്ട് അങ്ങോട്ടും കൊണ്ടും പറഞ്ഞിട്ട് എന്തിനാ? ഇപ്പോൾ ഞാൻ പോലും ബാലയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്തില്ല. ഐ ഡോണ്ട് നോ വെദർ ദിസ് ഗൈ വിൽ സീ ദിസ് വീഡിയോ ഓർ നോട്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പോലും അയാൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ഇറിറ്റേറ്റഡ്. ലൈറ്റ് നിങ്ങൾക്ക് അതിലൊരു സുഖം തോന്നുന്നില്ലല്ലോ, പീസ് ഓഫ് മൈൻഡ് ഇല്ലല്ലോ, ഇറിറ്റേറ്റഡ് ആവും. ഓക്കെ, അതേ സിറ്റുവേഷനല്ല എല്ലാവർക്കും വരുന്നത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഇട്ട് സോഷ്യൽ മീഡിയ, ഞാൻ അതാ പറഞ്ഞത്, സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന നല്ല നല്ല കാര്യമാണ്. നമ്മൾ രാവിലെ നിൽക്കുന്ന സമയത്ത് നോക്കുന്നു, ഒന്നും ഇല്ലല്ലോ, കോണ്ടൻറ്റ് ഒന്നും ഇല്ലല്ലോ നോക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് നല്ല കാര്യമാണ് ഈ ക്രിയേറ്റേഴ്സിന്. പക്ഷെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വരുന്നേ അല്ലേ?
പേഴ്സണൽ ലൈഫ് കഴിയുന്നതും സോഷ്യൽ മീഡിയയിലേക്ക് ഡ്രാഗ് ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാരെ എടുത്തിട്ട് ഓഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്ന് സൺഡേ ആണ്, ഇന്ന് 2 ടോപ്പിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കഴിയുന്നതും സൈബർ ബുള്ളിങ് ചെയ്യാതിരിക്കുക. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഓക്കെ, ടേക്ക് കെയർ. ഹാപ്പി സൺഡേ.